ഹായ് ഫ്രണ്ട്സ്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കേരളീയർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഗുണങ്ങളുള്ള അടുക്കളത്തോട്ടത്തിന് കൂടുതൽ സുന്ദരിയാക്കുന്ന ചീരകൃഷിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തുടർച്ചയായ മഴക്കാലത്ത് ഒഴികെ എല്ലാ കാലത്തും ചീര വളർത്താവുന്നതാണ്. ചീര വളർത്താൻ നമുക്ക് വേണ്ടത് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള ജൈവാംശമുള്ള മണ്ണാണ്. ഈ ഒരു മണ്ണിൽ വേണം ചീര ഞാൻ നട്ട് പാകി കിളിർപ്പിച്ച്. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ പാകി കിളിർപ്പിച്ച തൈകളാണ് ഇതൊക്കെ. എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ ചീരയുടെ വിത്തൊക്കെ പാകി കൊടുത്തത്. ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തുകളും മുള വന്നിരിക്കും. അങ്ങനെ പാകി മുളപ്പിച്ച തൈകളാണിതൊക്കെ. വിത്ത് പാകി മുളച്ചതിന് ശേഷം എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം. വെള്ളം കുത്തി ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ചീരയുടെ തൈകൾ മാറ്റി നടേണ്ടത് ഈ ഒരു പ്രായത്തിൽ ആവണം. അപ്പോൾ ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രോ ബാഗിലോട്ടോ ഇതുപോലത്തെ ചെറിയ പെട്ടികളിലോ ചട്ടികളിലോ ഒക്കെ നമുക്ക് 2-3 തൈകളൊക്കെ വെച്ച് നട്ടു കൊടുക്കാവുന്നതാണ്. ചീര നല്ലതുപോലെ തഴച്ച് വളരാനായിട്ട് ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയാണ് കൊടുക്കാറ്. അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച എല്ലാ ആഴ്ചയിലും എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട്. നല്ല കരുത്തോടെ വളരുവാനും നല്ല ആരോഗ്യത്തോടെ വളരുവാനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ ചീരയൊക്കെ വിളവെടുക്കാൻ പാകമായതാണ്. അപ്പോൾ നമുക്കിതിൽ ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് വിളവെടുക്കണം. കടലപ്പിണ്ണാക്ക് കൊണ്ടുള്ള ഈ ജൈവവളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കടലപ്പിണ്ണാക്ക്. എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും പലചരക്ക് കടകളിലും ഒക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. 1 കിലോയ്ക്ക് 50 രൂപയോളം വില വരുന്നുണ്ട്. നല്ല കടലപ്പിണ്ണാക്ക് നോക്കി തന്നെ വാങ്ങിക്കണം. പൂത്തുപോയ കടലപ്പിണ്ണാക്കൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കടലപ്പിണ്ണാക്ക് ഇതുപോലെ പച്ചവെള്ളത്തിൽ പുളിപ്പിച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലും നമുക്കിത് ഇട്ട് വെച്ച് ഒരു 3-4 ദിവസം ഇത് പുളിപ്പിക്കാൻ വെക്കുക. എന്നിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞ ശേഷം ഇതൊരു ബക്കറ്റിലോട്ട് ഒഴിച്ച് നമ്മൾ എത്രത്തോളം എടുത്തോ അതിൻ്റെ 10-15 ഇരട്ടി വെള്ളം ചേർത്ത് അതിനെ നേർപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും നേർപ്പിക്കാതെ നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. 1 കപ്പ് ജൈവ സ്ലറി എടുക്കുകയാണെങ്കിൽ അതിലോട്ട് 10 കപ്പ് വെള്ളം ചേർത്ത് അതിനെ നേർപ്പിച്ച് വേണം ഇത് എല്ലാത്തരം ചെടികൾക്കായാലും ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചെറിയ തൈകൾക്ക് മുതൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല കരുത്തോടെയും നല്ല ആരോഗ്യത്തോടു കൂടിയും വളർന്നു വരും ഈ ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാകമായതൊക്കെ വിളവെടുക്കുകയാണ്. ഇത് സുന്ദരി ചീരയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇത് അടുക്കളത്തോട്ടത്തിൽ പല കളറിലുള്ള ചീരയൊക്കെ ഇങ്ങനെ ഉണ്ടായി അതിൽ നിന്നൊക്കെ വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഇതുപോലെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാം. ഇത് റെഡ് ചീരയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വില്ലേജ് അഗ്രോയിൽ നിന്ന് വാങ്ങിയ തൈകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. എല്ലാം നല്ല ഭംഗിയായി തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുക. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഈ ഒരു വളപ്രയോഗം മതി ചീര നന്നായി വളരുവാനും നമുക്ക് വേണ്ടത് അതിൽ നിന്നൊക്കെ വിളവെടുക്കാൻ. നമ്മൾ ചീര വിളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ വീണ്ടും അതിൽ നിന്ന് പുതിയ പുതിയ കമ്പുകളും ശീഖരങ്ങളൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും ഒരു 2-3 പ്രാവശ്യമൊക്കെ വിളവെടുക്കുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്ന് പറിച്ചെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ചേ ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ വളർന്നു വരും. നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞ ശേഷം വീണ്ടും അതിലോട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചീര നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഇന്ന് ഞാൻ എടുത്തത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.